പ്രശസ്തമായ മുംബൈയിലെ സിദ്ധിവിനായക ക്ഷേത്രത്തിൽ ഡ്രസ് കോഡ് ഏർപ്പെടുത്തിയതായി അറിയുവാൻ കഴിഞ്ഞു. ശരീരഭാഗം പുറത്തു കാണിക്കുന്ന വസ്ത്രങ്ങൾക്കാണ് വിലക്ക്. കീറിയ ജീൻസിനും സ്കേർട്ടും ഇതിലുൾപ്പെടുന്നു. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതുകൊണ്ടാണ് പുതിയ തീരുമാനമെന്ന് പറയപ്പെടുന്നു. ഇത് കേട്ടപ്പോൾ നമ്മുടെ ദേവാലയങ്ങളിലെ പരിതാപകരമായ അവസ്ഥ ചിന്തിച്ചുപോയി. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിലും വിവാഹ കൂദാശകളിലുമുള്ള വസ്ത്രധാരണത്തെ പറ്റിയാണ് പ്രതിപാദിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇതേപ്പറ്റി സഭയുടെ പഠനങ്ങളും സഭയിലുണ്ടായിട്ടുള്ള പ്രസ്താവനകളും ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഒരു ക്രൈസ്തവന്റെ വസ്ത്രധാരണം ക്രൈസ്തവ പഠനങ്ങൾക്ക് യോജിച്ച രീതിയിലാണോ ആണോ എന്ന് നിരീക്ഷിക്കുന്നത് ഉചിതമായിരിക്കും. ഈ നൂറ്റാണ്ടിൽ ക്രൈസ്തവർ ഇതിൽ നിന്നും വ്യതിചലിച്ച് അനുചിതമായ രീതിയിലുള്ള വസ്ത്രധാരണത്തിലേക്ക് പോകുവാൻ വെമ്പൽ കൊള്ളുന്നതായി കാണാം. പലപ്പോഴും ഫാഷന്റെ പേര് പറഞ്ഞും അല്ലെങ്കിൽ കാലാവസ്ഥയെ പഴിചാരിയും അതുമല്ലെങ്കിൽ സൗകര്യത്തിന്റെ പേരിലും ഇത്തരം തെറ്റായ രീതികൾ മനുഷ്യൻ അവലംബിക്കുന്നു. വിനയവും ഒതുക്കമുള്ള ക്രിസ്തീയമായ വസ്ത്രധാരണ രീതിക്ക് രണ്ടു വശങ്ങളുണ്ട്. ഒന്നാമതായി അത് പാപഹേതുവാകരുത്. രണ്ടാമതായി നമ്മുടെ വസ്ത്രധാരണം നമ്മുടെ തന്നെ ശരീരത്തിന്റെ മഹത്വത്തെ വർദ്ധിപ്പിക്കുന്നതും നമ്മുടെ ജീവിതാവസ്ഥയെ സൂചിപ്പിക്കുന്ന ഒരു അടയാളമായി മാറണം. ഈ രണ്ടു വശങ്ങളും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കൂടുതലായി ബാധകമായിരിക്കും. ഉചിതമായ വസ്ത്രധാരണം ഇത്തരത്തിലുള്ള തെറ്റായ അവസ്ഥയെ മറികടക്കാൻ ഉതകുന്നതിനാലാണ് വിശുദ്ധ പൗലോസ് ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സ്ത്രീകൾ വിനയത്തോടും വിവേകത്തോടും കൂടി ഉചിതമായ വിധം വസ്ത്രധാരണം ചെയ്ത് നടക്കണമെന്ന് ഞാൻ ഉപദേശിക്കുന്നു. 1 തീമോത്തിയോസ് 2:9. നമ്മുടെ വസ്ത്രധാരണം മറ്റുള്ളവരുടെ വിശുദ്ധിക്ക് തടസ്സമാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ചില ഫാഷനുകൾ നമ്മുടെ വിശുദ്ധിക്ക് അപകടം വിളിച്ചു വരുത്തുമെങ്കിൽ അതിനെ ചെറുത്തു നിൽക്കാനുള്ള ശക്തി സംഭരിക്കേണ്ടത് ആവശ്യമാണ്. അശുദ്ധമായ ചിന്തകളുടേതും ആഗ്രഹങ്ങളുടെ ഇഷ്ടത്തിന് വഴങ്ങുന്നതും അതിനെ താലോലിക്കുന്നതും തന്നെ പാപമാണ്. വസ്ത്രധാരണ രീതിയിലൂടെ അതിനെയൊക്കെ ക്ഷണിച്ചു വരുത്തുന്നതും അതിൽ സഹകരിക്കുന്നതും തെറ്റ് തന്നെയാണ്. 1919 ഫാത്തിമയിലെ മാതാവിന്റെ പ്രത്യക്ഷപ്പെടലിൽ വാഴ്ത്തപ്പെട്ട ജസീന്തായോട് ഇക്കാര്യത്തെപ്പറ്റി ഇപ്രകാരം വെളിപ്പെടുത്തി: ദൈവത്തിന് ഇഷ്ടക്കേടുണ്ടാക്കുന്ന ചില ഫാഷനുകൾ നടപ്പിലാകാൻ പോകുന്നു. ദൈവത്തെ സേവിക്കുന്നവർ ഇതിൽ നിന്ന് വിട്ടുനിൽക്കണം. സഭയ്ക്ക് ഇത്തരം ഫാഷനുകൾ അനുവദനീയമല്ല. പിയൂസ് 12 മാർപ്പാപ്പ 1954 ഓഗസ്റ്റ് 15 ഇറക്കിയ കത്തിൽ ഒരുക്കവും വിനയവും ഇല്ലാത്ത ഉചിതമല്ലാത്തതുമായ പ്ലേഗ് പോലെ പടരുന്ന വസ്ത്രധാരണത്തിലുള്ള ഫാഷനുകളെതിരെ നടപടികൾ സ്വീകരിക്കാൻ സഭാപിതാക്കന്മാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഒപ്പം തന്നെ ഇതിനായി അവർക്കുള്ള എല്ലാ അധികാരങ്ങളും ഉപയോഗിക്കാൻ അവരോട് അദ്ദേഹം യാചിക്കുകയും ചെയ്തു. ശരീരത്തിന്റെ നന്മ നോക്കുന്നതിനേക്കാൾ പ്രാധാന്യം ആത്മാവിൻ്റെതാണെന്നും നമ്മുടെ ശാരീരിക ഇഷ്ടങ്ങൾ നോക്കുന്നതിനേക്കാൾ നമ്മുടെ അയൽക്കാരുടെ ആത്മീയ ക്ഷേമത്തിനാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഒപ്പം തന്നെ ഒരാളുടെ ഒരു പ്രത്യേക വസ്ത്രധാരണം ആത്മരക്ഷയ്ക്ക് അപകടമോ അല്ലെങ്കിൽ അതിനടുത്ത് എത്തിക്കുന്നതാണെങ്കിൽ അതിനെ ഉപേക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയായിരിക്കുമെന്ന് യുവാക്കളോടായി 12 പിയൂസ് മാർപ്പാപ്പ 1942 മെയ് 22 നടത്തിയ പ്രഭാഷണത്തിൽ വെളിപ്പെടുത്തി. വിശുദ്ധ പൗലോസ് അപ്പോസ്തലനിൽ നിന്ന് തുടങ്ങി വിശുദ്ധ ജോൺ ക്രിസ്റ്റോസും വിശുദ്ധ അംബ്രോസ്, വിശുദ്ധ പാതിരെ പിയോ എന്നിവരൊക്കെ ഒരുക്കവും വിനയമില്ലാത്തതുമായ വസ്ത്രധാരണ രീതിയെ അപലപിച്ചിരുന്നതായി മനസ്സിലാക്കാം. മാന്യമല്ലാത്ത വസ്ത്രധാരണം നടത്തിയിരുന്ന സ്ത്രീകളെ കുമ്പസാരിപ്പിക്കുവാൻ പോലും അനുവദിക്കാത്ത വ്യക്തിയായിരുന്നു വിശുദ്ധ പാതിരെ പിയോ. ഇതേക്കുറിച്ച് അദ്ദേഹം ഇപ്രകാരം പ്രതികരിച്ചു: വളരെ മനോവിഷമത്തോടുകൂടിയാണ് ഞാൻ ഇപ്രകാരം ചെയ്യുന്നത്. ഇപ്രകാരം ചെയ്യുവാൻ ദൈവം എന്നെ നിർബന്ധിക്കുന്നു. ഞാൻ ദൈവത്തിന്റെ പ്രയോജനശൂന്യമായ ഒരു ഉപകരണം മാത്രമാണ്. 1930 11 പിയൂസ് മാർപ്പാപ്പ വസ്ത്രധാരണ രീതിയെക്കുറിച്ച് ഇറക്കിയ സാർവത്രിക മാതൃകയിൽ കൈമുട്ട് വരെയും കാൽമുട്ടിന് താഴെ വരെയും കഴുത്തിനടുത്ത് വരെയും മറഞ്ഞു കിടക്കുന്നവയെ സഭ്യമായ വസ്ത്രധാരണ രീതിയായി അംഗീകരിച്ചിരുന്നു. വസ്ത്രധാരണ രീതിയിലുള്ള രണ്ടാമത്തെ വശം കൂടി മനസ്സിലാക്കുന്നത് ഉചിതമായ ഒരു കാര്യമാണ്. നമ്മുടെ വസ്ത്രധാരണ രീതിയിൽ നമ്മെ പറ്റിയുള്ള അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നു. അതായത് അതിലൂടെ നാം ആശയവിനിമയം നടത്തുന്നു. ഓരോ ക്രിസ്ത്യാനിയും ഇതിലൂടെ ക്രിസ്തീയതയ്ക്ക് ചേർന്ന സന്ദേശങ്ങളാണോ പകർന്നു കൊടുക്കുന്നത് എന്നത് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. വിവേചനമില്ലാത്ത ഉചിതമല്ലാത്ത വസ്ത്രധാരണം നമ്മെ മനുഷ്യനാക്കുന്നില്ല. സുബുദ്ധിയും സുബോധവും വിവേകവും ഉള്ള ഒരു മനുഷ്യൻ ഉചിതവും മാന്യവുമായ വസ്ത്രധാരണ ശൈലി ഉള്ളവനായിരിക്കും. ലഘുവൻ ബാധിച്ചിരുന്ന പിശാചി ബാധിതൻ സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ അവിടെ ഇരിക്കുന്നത് കണ്ടുവെന്ന് ആണല്ലോ വചനം സാക്ഷ്യപ്പെടുത്തുന്നത്. അതായത് മർക്കോസ് 5:15 ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരുവന്റെ വസ്ത്രധാരണ ശൈലി അയാളുടെ ജീവിതശൈലിയെയും സാമൂഹ്യമായ അന്തസ്സിനെയും കുലീനതയെയും സൂചിപ്പിക്കുന്നു. ഇതിലൂടെ നമ്മുടെ ദൃഢവിശ്വാസം, ചിന്തകൾ, അഭിരുചികൾ, പ്രവണതകൾ എന്നിവ മനസ്സിലാക്കുവാൻ കഴിയും. ഇക്കാലത്ത് ഉചിതമല്ലാത്ത വസ്ത്രധാരണ രീതി ധരിക്കുന്നത് മൂലം സ്ത്രീകൾ ദുർവിനിയോഗം ചെയ്യപ്പെടുന്നതും അപമാനിക്കപ്പെടുന്നതായും കാണുന്നു. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും യോജിച്ചും
യോജിച്ചതും അന്തസ്സിന് ചേർന്നതുമായ വസ്ത്രധാരണം വഴി അവരുടെ ശരീരത്തെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ 1 കോരിന്തോസ് 6 അധ്യായം 19 മുതൽ 20 വാക്യങ്ങളിലൂടെ ഇവ വ്യക്തമാക്കുന്നു. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരങ്ങൾ എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും പുരുഷന്മാരും വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ ക്രൈസ്തവ വിശ്വാസത്തിന് ചേർന്ന അന്തസ്സ് നിലനിർത്തേണ്ടതാണ്. ഇതുപോലെ തന്നെ കൊച്ചു കുട്ടികൾക്കും ശരീരം മറയ്ക്കുന്ന വസ്ത്രങ്ങൾ ശീലിപ്പിക്കേണ്ടതാണ്. ചെറുപ്പത്തിലെ ഇപ്രകാരം ശീലിപ്പിച്ചാൽ അവർ ശരീരത്തെ എങ്ങനെ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കണം എന്ന കാര്യത്തിൽ ഉൾക്കാഴ്ചകൾ ലഭിക്കും. പ്രായമായതിനു ശേഷം ആ നില തുടരുവാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയില്ല. 1930 പിയൂസ് 11 മാർപ്പാപ്പ സേക്രഡ് കോൺഗ്രിഗേഷൻ ഓഫ് ദി കൗൺസിലിലൂടെ ഇറക്കിയ കത്തിൽ ഇപ്രകാരം പറയുന്നു: മാതാപിതാക്കളെ, കുട്ടികളോടുള്ള നിങ്ങളുടെ ഗൗരവമായ ഉത്തരവാദിത്വത്തെ പ്രതി വിദ്യാഭ്യാസവും മതപരവും സാൻമാർഗികവുമായ കാര്യങ്ങൾ വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും ജാഗ്രതയോടും കൂടി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. സ്നേഹത്തിന്റെയും വിശുദ്ധിയുടെയും വിനയത്തിന്റെയും മിതത്വത്തിന്റെയും കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ തിരുക്കുടുംബത്തോടായിരിക്കണം നിങ്ങൾ മാതൃകയാക്കേണ്ടത്. 12 പിയൂസ് മാർപ്പാപ്പായും ഈ വിഷയത്തെക്കുറിച്ച് വ്യക്തമായി താക്കീത് നൽകിയിട്ടുണ്ട്. പിതൃത്വാധികാരം നെറ്റിയിൽ കുറിച്ചിട്ടിരിക്കുന്ന ഒരു പിതാവും ദൈവിക തേജസ് വിളങ്ങുന്ന ഒരു മാതാവും ദീർഘദൃഷ്ടിയും വിവേകവും ഇല്ലാത്ത കുട്ടികളുടെ മനഃശാഞ്ചല്യത്തിനും ഭ്രമങ്ങൾക്കും മുമ്പിൽ വഴങ്ങിക്കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ദുരിതം. ക്രിസ്തീയ സംസ്കാരത്തിനും അന്തസ്സിനും ചേർന്ന വിധത്തിൽ സ്വർഗം നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന നിങ്ങളുടെ മക്കളെ ശ്രദ്ധയില്ലാതെയും വിവേകമില്ലാതെയും അവരുടെ വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാതെ വേണ്ടവിധം വസ്ത്രം ധരിക്കാതെയുമുള്ള അവസ്ഥയിൽ അവരെ എത്തിക്കരുത്. അതുമൂലം അവർ ഈ വിഷയത്തിൽ വിവേകമില്ലാത്തവരായി മാറും. ഇക്കാരണത്താൽ അവർക്കുണ്ടാകുന്ന വിപത്തുകളെയും അപകടങ്ങളെയും കുറിച്ച് നിങ്ങൾ ബോധവാന്മാരായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഏറ്റവും ഒടുവിൽ 1995 ഡിസംബർ 8 കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള പൊന്തിഫിക്കൽ കൗൺസിൽ മാതാപിതാക്കളെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു: സാമൂഹികമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ പോലും ചില പ്രത്യേക തരത്തിലുള്ള സംസാര ശൈലികൾ, വസ്ത്രധാരണ രീതി എന്നിവ ധാർമ്മികമായും സദാചാരപരമായും തെറ്റാണ്. വസ്ത്രധാരണ ശൈലിയെക്കുറിച്ച് മേൽ വിവരിച്ചിട്ടുള്ള കാര്യങ്ങൾ ദേവാലയത്തിന് പുറത്തും പാലിക്കേണ്ടിയിരിക്കുന്നു. വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അത് പാപത്തിന് കാരണമായിട്ടുണ്ടെങ്കിൽ അവ കുമ്പസാരത്തിൽ ഏറ്റുപറയുകയും അതിന് യോജിച്ച പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്യുകയും വേണം.